ഭയത്തോടെ അയാളെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടിയവൾ വാതിൽപ്പടി തടഞ്ഞ് മുഖമടിച്ച് നിലത്തേക്ക് വീണു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ അവളെ വലിച്ചുപൊക്കി ബലമായി തന്നെ അവളുടെ മുഖം തനിക്ക് നേരെയാക്കി. അവളുടെ കവിളിൽ ആരോ തല്ലിയതുപോലെയുള്ള പാടുകൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നത് കണ്ടവൻ അവൾക്ക് നോവാത്ത വിധം പതിയെ അതിലൂടെ തലോടി. നീ എന്ത് കരുതിയടി? എൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് പുറത്ത് കടക്കാമെന്നോ? നിനക്കെന്നല്ല, ഞാനിവിടെ കൊണ്ടുവന്ന ഒരുത്തിക്കും പിന്നീട് ഇവിടെ നിന്നൊരു തിരിച്ചുപോക്ക് സാധിച്ചിട്ടില്ല. അവളുടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാട് കണ്ടതും അവൾക്ക് പിന്നിൽ നിന്നവൻ പുച്ഛത്തോടെ പറഞ്ഞു. അങ്ങനെ നീ അഹങ്കരിക്കണ്ട അരവിന്ദ്. നീ ഇതുവരെ കണ്ട പെൺകുട്ടികളെപ്പോലെയല്ല ഞാൻ. നിന്നെ മറികടന്ന് ഞാൻ ഉറപ്പായും ഇവിടെ നിന്ന് പുറത്ത് കടന്നിരിക്കും. വെട്ടിത്തിരിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കി അറപ്പോടെ അതിലേറെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള അവളുടെ തള്ളലിൽ ഒന്ന് പിന്നോട്ടാഞ്ഞു പോയ അയാൾ പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്ത് നേരെ നിന്നു. അരുന്ധതി! കിടന്നലറണ്ട, ഞാൻ അരുന്ധതി തന്നെയാ. നീ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ദേഹത്തൊന്ന് തൊടാൻ പോലും നിനക്ക് സാധിക്കില്ല. ദേഷ്യത്തോടെ അരവിന്ദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടവൾ മഹിക്ക് നേരെ തിരിഞ്ഞു. നാണമില്ലല്ലോ നിനക്കൊന്നും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ. നിന്റെയൊക്കെ ദേഷ്യത്തോടെ തന്നെ തുറച്ചു നോക്കുന്ന മഹിയെ കണ്ടതും അവൾ തന്നെ ആകമാനം ഒന്ന് നോക്കി. പാതിക്കീറിയ ബ്ലൗസും ഒരു പാവാടയും മാത്രമേ തൻ്റെ ദേഹത്തുള്ളൂ എന്ന് കണ്ടവൾ സാരിക്കായി ആ റൂം മുഴുവൻ കണ്ണുകൾ കൊണ്ട് പരതി. മഹിക്ക് പിറകിൽ നിലത്ത് കിടക്കുന്ന സാരി കണ്ടവൾ ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കി. പല്ല് കടിച്ചുകൊണ്ട് തന്നെ തറപ്പിച്ചു നോക്കുന്നവളെ കണ്ടവൻ പുച്ഛഭാവത്തിൽ ഒന്ന് ചിരിച്ചു. നിന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ നിന്റെ മുന്നിൽ കൊണ്ടു തന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അവനോ നീയോ കരുതിയതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഞങ്ങളല്ലാതെ മറ്റാരാടി നിന്നെ രക്ഷിക്കാൻ വരുന്നത്? സാക്ഷാൽ ദൈവം തമ്പുരാനോ? അതെ, ചിലപ്പോൾ നിന്നെ പോലെ ഉള്ളവന്മാരിൽ നിന്ന് ഞങ്ങളെപ്പോലെയുള്ളവരെ രക്ഷിക്കാൻ ദൈവം തന്നെ നേരിട്ട് വന്നെന്നിരിക്കും. പെട്ടെന്ന് പിന്നിലൂടെ വന്ന അരവിന്ദ് അവളെ മുന്നിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള തള്ളലിൽ അവൾ ബാലൻസ് തെറ്റി മുന്നിൽ നിന്നിരുന്ന മഹിയുടെ നെഞ്ചിലേക്ക് മുഖമടച്ചു വീണു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ മുന്നോട്ട് നോക്കി. അവിടെ അവളുടെ നഗ്നമായ ദേഹത്തേക്ക് നോക്കി വെള്ളമിറക്കുന്ന അരവിന്ദിനെ കണ്ടതും മഹി ദേഷ്യത്തോടെ അവനെ നോക്കി പല്ല് കടിച്ചു. അവളെ നേരെ നിർത്തിയ ശേഷം നിലത്ത് കിടന്ന സാരി കൊണ്ട് അവളെ പുതപ്പിച്ചുകൊണ്ട് അവൻ അവളെ തനിക്ക് പിന്നിലേക്ക് നീക്കി നിർത്തി. മഹിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും അരവിന്ദിന് കാര്യം മനസ്സിലാകാതെ അവനെയും അരുന്ധതിയെയും മാറി മാറി നോക്കി. എന്നാൽ അവനെ മൈൻഡ് ചെയ്യാതെ മഹി തൻ്റെ കയ്യിലിരുന്ന ചാവി അവൾക്ക് നേരെ നീട്ടി. അവനിൽ നിന്ന് ചാവി വാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെ ഒന്ന് ചേർത്ത് പിടിച്ച ശേഷം അവൻ പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത ശേഷം അവളുടെ നെറുകയിൽ അമർത്തി ഉമ്മ വെച്ചു. തിരിഞ്ഞു നടക്കുന്നതിനിടെ അരവിന്ദിന് അരികിലെത്തിയ അവൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം അവനെയും കടന്ന് മുന്നോട്ട് നീങ്ങി. അപ്പോഴും കാര്യം മനസ്സിലാകാതെ അവൻ മഹിയെ നോക്കി. ക്രൂരമായൊരു ചിരിയോടെ തന്നെ നോക്കുന്നവനെ കണ്ടവൻ കാര്യം മനസ്സിലായി എന്നതുപോലെ ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കി. അവൻ്റെ മുഖത്ത് ഭയം തെളിഞ്ഞതും മഹിയെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ പതിയെ പുറത്തേക്കിറങ്ങി ഡോറടച്ചു. അകത്ത് എന്തൊക്കെയോ തകർന്നു വീഴുന്നതിനൊപ്പം അരവിന്ദിൻ്റെ അലറിക്കരച്ചിൽ കൂടെ കേട്ടതും കരഞ്ഞുകൊണ്ടവൾ കണ്ണുകൾ മുറുകെ അടച്ചു. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവൻ്റെ കൈപിടിച്ച് വീട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല കാശിനു വേണ്ടി അവൻ മറ്റൊരാൾക്ക് തന്നെ അന്തിക്കൂട്ടിന് വിടുമെന്ന്. മഹേഷ് എന്ന മഹി അവന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു കാരണവശാലും താൻ ഇന്നിതുപോലെ നിൽക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തൻ്റെ തലയിൽ ഭാരമുള്ള എന്തോ വന്ന് വീണത് മാത്രമായിരുന്നു അവളുടെ അവസാന ഓർമ്മ. ബോധം വന്നപ്പോൾ താൻ മഹിക്കൊപ്പം ആ റൂമിലായിരുന്നു. മഹി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും താനാകെ തകർന്നു പോയി. അരവിന്ദിന് ജീവിതം നശിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളിൽ ഒരാൾ മാത്രമാണ് താനെന്ന് മനസ്സിലായപ്പോൾ ആകെ തകർന്നു പോയിരുന്നു മഹിമ. തനിക്ക് മുന്നേ അവൻ്റെ ചതിയിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടി അവളെ അന്വേഷിച്ചാണ് മഹി അവിടെ എത്തിയത്. ആ അവന് മുന്നിലേക്കാണ് അരവിന്ദൻ്റെ കൂട്ടുകാർക്കെന്നെ എത്തിച്ചു കൊടുത്തത്. തനിക്ക് ബോധം വരുമ്പോൾ തൻ്റെ നെറ്റിയിലെ മുറിവിലൂടെയും കവിളിൽ അവൻ തല്ലിയ പാടുകളിലൂടെയും വിരലോടിച്ച് പൊട്ടിക്കരയുന്നവനെ കണ്ട് ആദ്യമൊന്ന് ഭയന്നെങ്കിലും താൻ തൻ്റെ അനിയത്തിയെ അന്വേഷിച്ചു വന്നതാണെന്നും 3 മാസങ്ങൾക്ക് മുന്നേ അരവിന്ദ് അവളെ കൊണ്ടുവന്ന് എവിടെയോ അടച്ചിട്ടിരിക്കുകയാണെന്നും കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി.
ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച അതേ കാര്യം തന്നെയാവില്ലേ അവളും അനുഭവിക്കുന്നത് എന്നോർത്തപ്പോൾ ചങ്ക് പിടഞ്ഞു പോയിരുന്നു. മഹിയുടെ വണ്ടിയിൽ കയറിയിരുന്നവൾ പതിയെ സീറ്റിലേക്ക് ചാഞ്ഞു. 2 വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ വെച്ചാണ് ഞാൻ അരവിന്ദിനെ കണ്ടത്. എല്ലാവരോടും ഒരു പുഞ്ചിരിയോടെ മാത്രം ഇടപെടുന്നവനെ പലപ്പോഴും താൻ ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ തന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞവനോട് നോ പറയാൻ എനിക്കും കാരണങ്ങളുണ്ടായിരുന്നില്ല. പ്രേമിച്ചിരുന്നപ്പോൾ തൻ്റെ വിരൽത്തുമ്പിൽ പോലും അവൻ തൊട്ടിരുന്നില്ല. അവൻ്റെ ഇങ്ങനെയൊരു മുഖം ശരിക്കും തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. വണ്ടിയുടെ ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. കൈകാലുകൾ കെട്ടി ദേഹത്താകെ രക്തത്തിൽ കുതിർന്ന് പിൻ സീറ്റിൽ കിടത്തിയിരിക്കുന്ന അരവിന്ദനെ കണ്ടതും അറപ്പോടെ അവൾ മുഖം തിരിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ മഹി അവൾക്കരികിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് തൻ്റെ ഒരു ഷർട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി ധരിച്ചുകൊണ്ടവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. തൻ്റെ ഡ്രസ്സ് ഊരിമാറ്റിയതൊന്നും ഞാനല്ല. എനിക്കരികിൽ എത്തിക്കുമ്പോഴേ ആരോ അത് എനിക്കറിയാം. അവൾ എവിടെയാണെന്ന് അവൻ പറഞ്ഞു. അവൻ്റെ വീട്ടിലെ ഏതോ റൂമിൽ അവൾ ഉണ്ടെന്ന്. പോലീസിൽ അറിയിച്ചാലോ? അറിയിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, അവരവിടെ എത്തിയിട്ടുണ്ട്. നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ടവൻ വണ്ടി അരവിന്ദിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടു തൻ്റെ പ്രായം വരുന്ന 10ഓളം പെൺകുട്ടികളെ. തളർന്ന് അവശരായിരിക്കുന്ന അവരെ കണ്ടതും നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചുറ്റും നോക്കി. മഹിമയെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന മഹിയെ കണ്ടതും അവൾ ദേഷ്യത്തോടെ കാറിൻ്റെ പിൻസീറ്റിൽ ബോധമില്ലാതെ കിടക്കുന്ന അരവിന്ദിനെ നോക്കി. അല്പം കഴിഞ്ഞതും അവിടേക്ക് വന്ന പോലീസുകാർ മഹിമയെയും തന്നെയും ഒഴികെ ബാക്കി എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മഹിമയെ ചേർത്ത് പിടിച്ച് മഹിക്കൊപ്പം തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിറങ്ങിയതും വിറയലോടെ അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ ഉള്ളറിഞ്ഞ പോലെ അവൻ അവളെ നോക്കി പതിയെ കണ്ണുകൾ അടച്ചു കാണിച്ചു. തന്നെ കണ്ടതും ഓടി വന്ന് തന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അച്ഛനമ്മമാരെ കണ്ടതും അവൻ നേരത്തെ തന്നെ അവരെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായി. തന്നെ വീട്ടിലിറക്കി തിരികെ പോകുന്ന മഹിയെ നോക്കിയവൾ നന്ദിയോടെ കൈകൾ കൂപ്പി. 8 മാസങ്ങൾക്ക് ശേഷം മഹിയുടെ കൈപിടിച്ച് നിലവിളക്കുമായി അവൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ അരുന്ധതിയുടെയും മഹിമയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് കണ്ണീരോടെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇനിയൊരിക്കലും മറ്റാരും അവളുടെ മാനത്തിന് വില പറയില്ല എന്ന് ഉറപ്പ് നൽകുന്നത് പോലെ. പ്രേമിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ ചതിക്കുഴികളിൽ ചെന്ന് ചാടാതെ ഇരിക്കുക. ഒരുപക്ഷെ ഒരായുസ് മുഴുവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിന് കഴിഞ്ഞെന്ന് വരില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.